ഹായ് എവരിവൺ, ഞാൻ ബാനർജി ഭാസ്കരൻ ഫ്രം ഓൺവേർഡ് ബിസിനസ് കൺസൾട്ടിംഗ് ആൻഡ് ട്രെയിനിങ് LLP. ഇന്ന് നമ്മൾ പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ KRA ആൻഡ് KPI എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് KRA, എന്താണ് KPI, ഇത് എങ്ങനെ നമ്മുടെ സ്ഥാപനത്തിലെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ കഴിയും എന്നുള്ളത്. സോ KRA എന്നാൽ കീ റിസൾട്ട് ഏരിയ അഥവാ കീ റെസ്പോൺസിബിൾ ഏരിയ എന്ന് പറയും. അതായത് ഒരു എംപ്ലോയിയുടെ റിസൾട്ട് എവിടേക്കാണ് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ അയാൾ റിസൾട്ട് കാണിച്ചു തരേണ്ട ഏരിയാസ് എവിടെയാണ്, അതാണ് KRA എന്നുള്ളത്. നമ്മളുടെ HR റിലേറ്റഡ് ആയിട്ടുള്ള റിവ്യൂസും അതുപോലെ പെർഫോമൻസ് മോണിറ്ററിങ്ങിനുമൊക്കെ ഈ KRAയും KPIയും നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ KRAയുടെ കാര്യം പറയുമ്പോൾ ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ച് KRA എന്നുള്ളത് വളരെ ഈസിയാണ്. ബിക്കോസ് ഇറ്റ്സ് നമ്പേഴ്സ്, അയാളുടെ സെയിൽസ് നമ്പേഴ്സ് ആണ് KRA എന്ന് പറയുന്നത്. പക്ഷെ കസ്റ്റമർ സർവീസിലേക്ക് വരുമ്പോൾ എന്താണ് KRA? യെസ്, കസ്റ്റമർ സർവീസിലെ KRA എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ റിസൾട്ട് ഏരിയ, ദാറ്റ് ഈസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. സോ കസ്റ്റമർ സംതൃപ്തിയാണ് കസ്റ്റമർ സർവീസിന്റെ KRA എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും വ്യത്യസ്തമായ KRAs തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വേർഡാണ് KPI അഥവാ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. സോ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഈസ് എ മെഷറിംഗ് ടൂൾ. നമ്മളുടെ വർക്കിൻ്റെ വാല്യൂ അറിയാനുള്ള മെഷറിംഗ് ടൂളാണ് KPI എന്ന് പറയുന്നത്. സെയിൽസിലേക്ക് തിരികെ പോയി കഴിഞ്ഞാൽ ആ സെയിൽസിൽ നമ്പേഴ്സ് പറഞ്ഞു. യെസ്, ആ നമ്പർ എന്ന് പറയുമ്പോൾ ടാർഗറ്റാണ്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വരെ ചെയ്തിട്ടുണ്ട്, 80%, 90%, 100% ഓർ 120% എന്നുള്ള നിലയിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷേ കസ്റ്റമർ സർവീസിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു കസ്റ്റമർ സർവീസിൻ്റെ KRA എന്നുള്ളത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോൾ ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ എങ്ങനെ മെഷർ ചെയ്യും? അതിന് നമുക്ക് അവരോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ KPI എന്നുള്ളത് 95% കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 95% ഓഫ് കസ്റ്റമർ, അതായത് വാസ്റ്റ് മെജോറിറ്റി കസ്റ്റമേഴ്സും ഫീഡ്ബാക്ക് നൽകണം. ആ ഫീഡ്ബാക്കിൽ 90% ഓർ മോർ കസ്റ്റമേഴ്സ് ഷുഡ് ഗീവ് യു 5-star റേറ്റിംഗ്. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയാണ് ആ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിൻ്റെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അഥവാ ആ വ്യക്തിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഇതേ രീതിയിൽ ഫോർ എക്സാമ്പിൾ നമ്മളുടെ അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് KRAയും KPIസും എല്ലാം കൊണ്ടുവരാം. KRA എന്ന് പറയുന്നത് അക്കൗണ്ട് പേയബിൾ ആൻഡ് അക്കൗണ്ട് റിസീവബിൾ, AP ആൻഡ് AR എന്ന് നമുക്ക് പറയാം. അതാണ് അദ്ദേഹത്തിൻ്റെ റിസൾട്ട് ഏരിയ. അതിനെ എങ്ങനെ മെഷർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് റിസീവബിളിൻ്റെ ഫോർ എക്സാമ്പിൾ ആ കാര്യത്തിൽ അവിടേക്ക് വരുമ്പോൾ വിതിൻ 24 hours ഇൻവോയ്സ് അയച്ചു കൊടുക്കുക എന്നുള്ളത് അത് നമുക്ക് അവരുടെ KPI ആയി വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നതിനുള്ള ഫോളോ അപ്സ് എത്ര എണ്ണം നടത്തണം, ഓരോ ആഴ്ചയിലും പീരിയോഡിക് ഫോളോ അപ്സ്, അതിന് നമ്പേഴ്സ് കൊടുത്തു കഴിയുമ്പോൾ അതിനെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അത് വീണ്ടും മറ്റൊരു KPI ആയിട്ട് നമുക്ക് ആ അക്കൗണ്ടന്റിന് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വ്യത്യസ്തമായ മേഖലകളിൽ ഇതേ രീതിയിലുള്ള പെർഫോമൻസ് റിവ്യൂ ടൂൾസ് നമ്പേഴ്സിൻ്റെ ഫോമിൽ തന്നെ കൊടുക്കുവാനായിട്ട് സാധിക്കും. സോ KRA ആൻഡ് KPI നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക തന്നെ വേണം. അതിലൂടെ ആ എംപ്ലോയീസിന് അയാൾ എന്താണ് ചെയ്യേണ്ടതെന്നും അതെങ്ങനെയാണ് മെഷർ ചെയ്യപ്പെടുന്നതെന്നും വളരെ കൃത്യമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സോ താങ്ക് യു സോ മച്ച്, ബാനർജി ഭാസ്കരൻ.